ഇനി ഈ തീരുമാനത്തോട് കുന്നത്ത് നാട്ടിലെയൊക്കെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുകൂടി ഞങ്ങൾ പരിശോധിച്ചു. 2020 NDA പ്രവേശനത്തിൽ കുന്നത്ത് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണ് ഒന്ന് കേട്ടു നോക്കാം. പൊതുജനം സ്പീക്കിംഗ്. പുള്ളി ഇനിയിപ്പോ ഏത് പാർട്ടി അൺസോൾഡ് പാർട്ടി ഇട്ടാലും അങ്ങോട്ട് പോകും. വോട്ട് ചെയ്ത ആൾക്കാർ മണ്ടന്മാര്. 2020 ഈ ചുവടുമാറ്റം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ അതൊരു വൻ മാറ്റം ഉണ്ടാകും. വളരെ നല്ല കാര്യമാണ്. BJP ആയിട്ട് കൂടിക്കോട്ടെ. BJP ആകുമ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടാവും. അടുത്ത ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ BJPക്ക് തന്നെ കൂടുതൽ സീറ്റും കിട്ടും. അവന്റെ നിലനിൽപ്പാണെന്ന് നോക്കണം, അത്രേ ഉള്ളൂ. സാമ്പിൾ പഠിക്കേണ്ടത്. യാതൊരു പാർട്ടിയുടെയും സംഘടനയുടെയും കൂടെ നിൽക്കാതെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇത്. ഞങ്ങൾ 3 മാസം വരെ പ്രതീക്ഷിച്ചതാണ്. അത് അതിന് മുമ്പ് നേരത്തെ അവർ തന്നെ പോയി. ജനങ്ങളെ വഞ്ചിക്കണ പാർട്ടിയായി മാറിയൊക്കെ പുള്ളി BJPയിലേക്കും BJPയിലെ ആൾക്കാരുമായിട്ടും യാതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരുടെ DNA ടെസ്റ്റ് പരിശോധിക്കുന്ന പുള്ളി പറഞ്ഞു. അപ്പോൾ അതിന് പുള്ളിയുടെ DNA ടെസ്റ്റ് ഇപ്പോൾ പരിശോധിക്കും. അവസരത്തിനകത്ത് മലക്കം പറയുന്ന ഓരോ പാർട്ടിക്കാർ മറ്റേ ജനങ്ങളെ വഞ്ചിക്കുകയാണല്ലോ ശരിക്കും. വോട്ട് ചെയ്തവരെയൊക്കെ അവരുടെ ഇഷ്ടങ്ങളല്ലേ, ജനങ്ങൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അത് നമുക്കൊരു ഷോക്കായി പോയി. ജനങ്ങളെ ചെയ്ത് നാടിനെ ഗുണം ചെയ്യണ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ കൂടെ നിൽക്കണം. 2020 ആണ് ഞങ്ങൾ 3-4 പഞ്ചായത്ത് ഭരിക്കേണ്ടതെന്ന് പറഞ്ഞ് കേരളം മൊത്തം നന്നാക്കാനായിട്ട് സാധിക്കില്ല. പണ്ടും സ്ഥിരതയില്ലാത്ത ആളാ. ആ സ്ഥിരതക്കേട് ഇപ്പോഴും കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അവന്റെ നേട്ടത്തിന് വേണ്ടി പല കാര്യങ്ങളും പറയും. ഇപ്പം NDAയിൽ ചേരുവാണെങ്കിൽ അവർക്കൊരു NDAക്ക് സപ്പോർട്ടാവും, ഇവർക്ക് 20 ബലമാവും. പുള്ളി നന്നായിട്ട് വന്നതാ, പുള്ളിയായിട്ട് നല്ല ആര് വായിച്ചാലും ഒരു പ്രയോജനമൊന്നുമില്ല. പോണേ പോട്ടെ, അവർക്ക് നേട്ടമൊന്നും കിട്ടും. സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവര് തുനിഞ്ഞിറങ്ങിയവരാണ് ആദ്യം മുതലേ. ഈ പുള്ളിക്ക് ഇത്രയും ആളുകളെ ജനങ്ങൾ വഞ്ചിക്കാറുണ്ടായിരുന്നു.